ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചില ആളുകളൊക്കെ ഈ ഒരു വർഷം കർത്താവിൻ്റെ മുഖം കാണണം, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചവരുണ്ടാവും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, എനിക്ക് ഒരു കാര്യം ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവനെ അവൻ അതിനുള്ളിലാക്കും. അങ്ങനൊരു ബൈബിളിൽ വചനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇതിനു വേണ്ടി തന്നെ നിങ്ങൾ കാംക്ഷിക്കുന്നത് കൊണ്ട് കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് പോവുകയാണ്. അവൻ്റെ മുഖം കാണാൻ, അവൻ്റെ ശബ്ദം കേൾക്കാൻ, അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉള്ള അവസരങ്ങൾ ഈ വർഷം കർത്താവ് നിങ്ങൾക്ക് നൽകി തരാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്ന് ആമേൻ ആമേൻ എന്ന് പറയും? ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി ഇരിക്കണം എന്ന് പറഞ്ഞതുപോലെ ആ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഇരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം കർത്താവ് തന്നെ വെയിലാറുന്ന സമയത്ത് ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെ ഹവ്വയും കാണാനൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിന് എപ്പോഴും ആ സാന്നിധ്യവുമായിട്ട്, അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ അപ്പാടെ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരാൻ അവന് വളരെ താല്പര്യമുണ്ട്. പക്ഷെ അതിൻ്റെ സാഹചര്യം, അതിൻ്റെ വാതിലുകൾ തുറന്നിടേണ്ടത് നമ്മളാണ്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം വാതിൽ തുറന്നാൽ അവൻ അകത്തേക്ക് വരും. അതുകൊണ്ട് ഈ ഒരു വർഷം അത്തരത്തിൽ നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുത്തിട്ട് ആ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് ദുബായിൽ നിന്ന് ജോജി ആൻഡ് റീനയാണ്. 2023 ദൈവം ചെയ്ത സകല നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ബ്രദർ ജോജിയുടെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ജോജി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോജിക്ക് ദൈവികമായ ആരോഗ്യം, ദീർഘായുസ്സും ഉണ്ടാകുവാൻ, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ജിയാനയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒപ്പം 2024 ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സംരക്ഷണവും ദൈവിക ആരോഗ്യം ഉള്ളൊരു വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തതൊരു കോ സ്പോൺസറാണ് നമുക്കുള്ളത്. ബറോഡയിൽ നിന്ന് ബ്രദർ സോമനാണ്. താങ്ക് യു ബ്രദർ സോമൻ. ഇന്ന് ഇളയ മകൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. വാവ്, എല്ലാവിധ മംഗളാശംസകളും ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഞങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ കരം ഇന്നത്തെ ആ വിവാഹ ശുശ്രൂഷകളിലും വിവാഹത്തിൻ്റെ കാര്യത്തിലും എല്ലാറ്റിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കർത്താവെ, അവരുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ, അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭവനത്തിന് എല്ലാവർക്കും ദൈവികമായ ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത ഒരു സ്പോൺസർ കൂടിയുള്ളത് കുട്ടിക്കിൽ നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ യൂട്രസിലെ പ്രശ്നവും യൂറിനറി പ്രോബ്ലവും സൗഖ്യമാകുവാൻ, ഇളയ മകൻ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ പാസ്സാകുവാൻ, രണ്ടാമത്തെ മകൻ്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബത്തിന് എല്ലാവർക്കും കർത്താവുമായിട്ട് ആഴത്തിലൊരു ബന്ധമുണ്ടാകുവാൻ, സ്വർഗീയമായ വഴികൾ, വാതിലുകൾ അങ്ങ് തുറന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും വിതയും കൊയ്ത്തും, സോയിങ് ആൻഡ് റീപ്പിംഗ് എന്ന് പറയുന്ന അതേ സബ്ജക്റ്റ് തന്നെയാണ് ബ്രദർ ഡാമിയൻ അടുത്തൊരു തലത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. വേഗത്തിൽ എനിക്കൊന്ന് നിങ്ങൾ ചില ആളുകളൊക്കെ എഴുതിയെടുക്കാനായിട്ട് വിട്ടു പോകുന്നുണ്ടോ? വിട്ടു പോകരുത്. എഴുതിയെടുക്കണം, ടൈപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുള്ളായ ഒരു പ്രിൻസിപ്പിൾ, സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയും കൊയ്ത്തും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിതയും കൊയ്ത്തും. നമ്മൾ തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12 വചനങ്ങളിലാണ്. ദൈവം സൃഷ്ടിക്കുന്ന ആ ദിവസങ്ങളിൽ, ആ ഒരു ക്രിയേഷൻ വീക്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ് വിതയും കൊയ്ത്തും. സസ്യങ്ങളും വൃക്ഷങ്ങളും സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അതത് തരം വിത്തുള്ള സസ്യങ്ങൾ, അതത് തരം വിത്തുള്ള
ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ ഒക്കെ ഭൂമിയിൽ ഉളവായി വരട്ടെ. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കാണുക, അത് പറയുന്ന സമയത്ത് മൈ ഗോഡ്, ലാൻഡ്, ഈ ഭൂമി ഇങ്ങനെ ഒന്നുമില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിന്നും പച്ച പുല്ലുകളും അതുപോലെ ഓഷധികളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും മുന്തിരി വള്ളി പോലെയുള്ള ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികൾ, അതുപോലെ അധികം ഉയരമില്ലാത്ത വൃക്ഷങ്ങൾ, വളരെ ഉയരത്തിൽ വളരുന്ന റെഡ്വുഡ് ട്രീസിനെ പോലെയുള്ളത്, ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ മുളച്ച് വളർന്ന് കയറി ഇങ്ങനെ വരികയാണ്. അപ്പം അതിലൊക്കെ അതത് തരം സീഡുമായിട്ടാണ് ഇതിങ്ങനെ വരവ്. എല്ലാത്തിനും അതിൻ്റെതായ സീഡുണ്ട്. ഓരോ സീഡിലും അതിൻ്റെതായ റിട്ടൺ കോഡ്സ് ഉണ്ട്, എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു അരിമണിയിൽ എഴുതപ്പെട്ട ബൈബിളിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ്റെ മിടുക്കാണ്. മനുഷ്യൻ വളരെ സ്കിൽഡായിട്ട് വളരെ സൂക്ഷ്മമായി ഈ കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ വായിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ചെറിയ അക്ഷരത്തിൽ ഒരു അരിമണിയിൽ ബൈബിൾ എഴുതി വെച്ചു. അതൊക്കെ എവിടെയൊക്കെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്നാൽ പ്രത്യേക മാഗ്നിഫൈങ് ഗ്ലാസ്സിലൂടെ അത് വായിക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ ഈ കണ്ണുകൾക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ വിത്തിലും ഒരു കടുകുമണി എടുത്താൽ, ചീരയുടെ ഒരു വിത്തെടുത്താൽ ഭയങ്കര ചെറുതാണ്, ഏതൊരു വിത്തെടുത്താലും അതിൻ്റെ വിത്തിൽ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയാത്ത വലിയ വലിയ നിഗൂഢമായ കോഡുകൾ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് അത് പാകിക്കഴിയുമ്പോൾ, വിത്ത് വിതച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് മുളച്ചു വരുന്ന പുതിയ ചെടി, അതേ കൈൻഡിലുള്ള ചെടികൾ വരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ ബോട്ടണി പഠിക്കുവാണെങ്കിൽ അതിന് ഓരോ ഫാമിലി നെയിംസ് കൊടുത്തിട്ടുണ്ട്, സസ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഫാമിലിപ്പെട്ടതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്, ഇന്ന ഫാമിലിപ്പെട്ടത് ഇങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള ഫാമിലി നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പഠിച്ച ഓർമ്മയുള്ളൂ. പക്ഷേ ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയത്? ദൈവം സൃഷ്ടിച്ചപ്പോൾ അതത് തരം സീഡ്, അതത് തരം വിത്ത് ഉള്ളതിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ അതെല്ലാം ഉളവായി വന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഓൾറൈറ്റ്, ദെൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വചനത്തിൽ ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറയുന്നു. ആ വിതയും കൊയ്ത്തും നടക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ രീതിയിലുള്ള ക്ലൈമറ്റുകളും സീസൺസും ഡേ ആൻഡ് നൈറ്റും എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ സഭാപ്രസംഗം 3:2 നമ്മൾ കാണുന്നത് ജനിക്കാനൊരു കാലമുണ്ട്, മരിക്കുവാനൊരു കാലമുണ്ട്, അതുപോലെ തന്നെ നടുവാനൊരു കാലം, പറിക്കുവാനൊരു കാലം. അപ്പോസ്തലപ്രവൃത്തികൾ 17:26 നമ്മൾ കണ്ടത് ഒരു മനുഷ്യനിൽ നിന്നും ദൈവം ഭൂമിയിലുള്ള കോടിക്കണക്കിന് പേരെ ഉളവാക്കി. പക്ഷെ അവിടെയും ഉള്ളത് സീഡ് പ്രിൻസിപ്പിളാണ്. അതല്ലാതെ ദൈവം ഓരോ തലമുറയും പ്രത്യേകം മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിച്ചു വിടുകയല്ല. ഇന്ന് കാണുന്ന വിവിധ നരവംശങ്ങൾ, എത്നിക് ഗ്രൂപ്പ്സിനെ ദൈവം പ്രത്യേകം ഉണ്ടാക്കിയതല്ല. ചിലരൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറയും, ചില കർത്താവ് ഇങ്ങനെ ബോഡി ഉണ്ടാക്കി, മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞതിനെ നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴേക്കും കുറേ എണ്ണം നന്നായിട്ട് പൊള്ളിപ്പോയി. അതാണ് വെളുത്ത വർഗ്ഗക്കാർ. ചിലതിനെ വെച്ചപ്പോൾ ശരിക്കും അങ്ങ് വെന്തില്ല, അതുകൊണ്ട് അത് കറുത്തിരുന്നത് കറുത്ത വർഗ്ഗക്കാർ. എന്നാൽ കൃത്യം പാകമായി ചിലത് പുറത്തേക്ക് വന്നു, അതാണ് ഇന്ത്യക്കാർ. തമാശ പറഞ്ഞതാ. ഇങ്ങനെയൊന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ഒരാളെ ഉണ്ടാക്കിയുള്ളൂ. അതിനെ ബേക്ക് ചെയ്തൊന്നുമില്ല, ജീവശ്വാസം ഊതി കർത്താവ് ജീവനുള്ള ദേഹിയാക്കി, ലിവിങ് സോളാക്കി മാറ്റി. ഇന്നലെ നമ്മൾ 126-ാം സങ്കീർത്തനം കണ്ടു. അതിൽ 5-6 വചനങ്ങളിൽ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും എനിക്കുമുള്ള ശക്തിയേറിയൊരു സന്ദേശമാണ്. ഒരുപക്ഷെ വിതയ്ക്കുന്ന കാലത്ത് കണ്ണുനീരിൻ്റെ അനുഭവമായിരിക്കാം, ഇല്ലായ്മയുടെ അനുഭവമായിരിക്കാം, ഞെരുക്കമായിരിക്കാം, സങ്കടമായിരിക്കാം, നിരാശയായിരിക്കാം. പക്ഷേ വിതയ്ക്കാതിരിക്കരുത്, വിതയ്ക്കണം.
വിതയ്ക്കുന്ന കാലം ഒരുപക്ഷെ കഷ്ടകാലമാകാം, പക്ഷെ വിതയ്ക്കാതിരിക്കരുത്. എങ്ങനെയും വിതച്ചേ പറ്റും. കാരണം വിതയ്ക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ. സോയിങ് ഈസ് അവർ ഫ്യൂച്ചർ. സോയിങ് ഇല്ലേ, നോ ഫ്യൂച്ചർ. ഭാവിയില്ല. ഈ ഭൂമിക്ക് ഭാവിയില്ല, ഒരു വ്യക്തിക്ക് ഭാവിയില്ല, ഒരു കുടുംബത്തിന് ഭാവിയില്ല, ആർക്കും ഒരു ഭാവിയുമില്ല. ഓൾറൈറ്റ്. അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞോണ്ട് നടക്കുന്നു, എന്നാൽ കറ്റ ചുമന്ന് ആർപ്പോടെ പാട്ടോടെയാണ് അവർ തിരിച്ചു വരുന്നത്. കൊയ്ത്തുപാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അതുപോലെ ഓരോ സീഡ് എടുത്താൽ അതിൽ നമുക്ക് പോലും മനസ്സിലാകാത്ത നിഗൂഢമായ പലതും എഴുതി വച്ചിട്ടുണ്ട് എന്നത് ഞാൻ പറഞ്ഞു. ആ ഒരു റിട്ടൺ കോഡാണ് ഭാവിയിലേക്കുള്ള സകലവും വിരിഞ്ഞു വരുവാൻ കാരണം. ദാറ്റ് ഈസ് ദ പ്രോമിസ്. അതാണ് നമുക്കുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഇതാണ്, പ്ലാന്റ് വൺ സീഡ് ടുഡേ ആൻഡ് യു വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് സീഡ്സ് ഇൻ ദ ഡേയ്സ് ടു കം. ഇന്നൊരു വിത്ത് വിതച്ചാൽ 100 കണക്കിന് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഏതാ ലാഭം? ബുദ്ധിയുള്ളവരെല്ലാം വിതയ്ക്കും. ഭൂമി പറയുന്നത്, മനുഷ്യരെ, ജനങ്ങളെ, എനിക്ക് വിത്ത് താ. ഭൂമി പറയുകയാണ്, എനിക്ക് വിത്ത് തന്നാൽ ഞാൻ അനേകമടങ്ങായി, ഒരുപക്ഷെ 100 മേനിയായി ഞാൻ മടക്കി തന്നേക്കാം. വിത്ത് താ. ഭൂമി പറയുകയാണ്, വിത്ത് താ. എല്ലാ ഫീൽഡും പറയുന്നത്, എല്ലാ നിലങ്ങളും പറയുന്നത്, എനിക്ക് വിത്ത് താ, ഞാൻ തിരിച്ചു തരാം. ഇങ്ങോട്ട് തന്നതല്ല തരാൻ പോകുന്നത്, അനേകം മടങ്ങായി ഞാൻ തിരിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് 2800 വരെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിയലി അമേസിങ്. ദെൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരും ഒന്ന് ബൈബിൾ തുറക്കുക. സ്ക്രീനിൽ കാണുക. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 31. Do to others as you would have them do to you. കർത്താവ് പറയുന്ന ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നൊരു ഭാഗമാണത്. മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. എന്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്നത് അങ്ങോട്ട് ചെയ്യാൻ. ദിസ് ഈസ് ഓൾസോ സോയിങ് ആൻഡ് റീപ്പിംഗ് പ്രിൻസിപ്പിൾ. ഇതിനകത്തും വിതയും കൊയ്ത്തും എന്ന തത്വമാണ് അടങ്ങിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങോട്ട് മനുഷ്യർ ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടാൽ അത് തിരിച്ചിങ്ങോട്ട് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടേലും ഇല്ലേലും ഞാൻ പറയുകയാണ്. പ്രൈമറി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകനുണ്ടായിരുന്നു, ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു അധ്യാപകൻ. അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന് ഈ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പലതരത്തിലുള്ള അന്നത്തെ കാലത്തുള്ള ചെടികൾ, നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികൾ, ആ കാലത്തുള്ളത്. ഇന്നിപ്പോൾ വ്യത്യസ്തമായ പലത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, നാടൻ ചെടികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ബുക്ക് കൊടുക്കാനും ബുക്ക് മേടിക്കാനും ഒക്കെ ആയിട്ട്. മുഴുവൻ ചെടികളാണ്. അദ്ദേഹം മുഴുവൻ ഇവിടെ നിന്ന് മണിക്കൂറുകൾ ചെടി നനയ്ക്കും. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെയ്യേണ്ടത്, നമുക്ക് ചെടികൾ കിട്ടിയാൽ ചെയ്യേണ്ടത് അതിലെ കുറേ എടുത്ത് ചുറ്റുമുള്ള വീട്ടുകാർക്ക്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം. അപ്പം അവിടെ എല്ലാം ഇത് വളരും. എന്നെങ്കിലും അഥവാ നമുക്കില്ലാതെ പോയാൽ അവിടെ നിന്ന് കിട്ടും. കാരണം നമ്മൾ കൊടുത്ത ചെടികൾ ഇവിടെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പം അതെൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുകയാണ്. ചെടികൾ എന്നിട്ട് അദ്ദേഹം ഈ വചനം എന്നോട് പറഞ്ഞു. അദ്ദേഹം സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുകയും കൂടി ചെയ്ത ഒരു അധ്യാപകനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബൈബിളിലെ ഗോൾഡൻ പ്രിൻസിപ്പിൾ യേശു പറഞ്ഞത് ഇതാണ്. ലൂക്കോസ് 6:31. ഡു ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡു ടു യു. മനുഷ്യർ നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അത് തിരിച്ചു വരും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു അടുത്തൊരു 5-6 മാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പലരെ ഹെൽപ്പ് ചെയ്യുക, പല രീതിയിൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചിലരെ ഒന്ന് ടീച്ച് ചെയ്യുക, ഹെൽപ്പ് ഔട്ട് അതേഴ്സ്. മറ്റുള്ളവരെ പല രീതിയിൽ ഒന്ന് സഹായിക്കുകയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. കുറച്ച് കഴിയുമ്പോൾ മൈ ഗോഡ്, ഇങ്ങോട്ട് പലതും ചെയ്യുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് വരും. എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു കാണും, എൻ്റെ
ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഒരു ദൈവദാസനെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരു 10-10.5 വർഷം അവർ ദൈവദാസൻ്റെ കീഴിലാണ് ഞാൻ നിന്നും വളർന്നത്. സോ ആ ദൈവദാസന് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കടയിൽ പോവുക, റേഷൻ കടയിൽ പോവുക, കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുക, അവരെ തിരിച്ചു കൊണ്ടുവരിക, അവിടെയുള്ള അറിയാവുന്നതുപോലെയുള്ള ജോലികൾ ചെയ്യുക, അവിടെയുള്ള കൺസ്ട്രക്ഷൻ, അവിടെയുള്ള പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ വർക്കുകൾ തുടങ്ങി എന്തെല്ലാം ഉണ്ട് അതെല്ലാം പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതൊരു കാലമായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അതും നല്ല യൗവനം ആണ് എന്നോർക്കണം. ആ സമയത്ത് എല്ലാ പിള്ളേരും പന്ത് കളിച്ചും അത് ചെയ്തും ഇത് ചെയ്തും അതിനൊന്നും ഞാൻ എതിരല്ലേ. അവരുടെ ലൈഫ് കൂട്ടുകൂടി അങ്ങനെ നടക്കുന്ന കാലത്ത് എൻ്റെ ആ ഒരു കാലം, എൻ്റെ ആ ഒരു ടീനേജ് തുടങ്ങിയുള്ള കാലങ്ങളെല്ലാം ഞാൻ ഈ ഒരു ദേവദാസിൻ്റെ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പറായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബാഗും തൂക്കി നടക്കുകയാണ്. ഒത്തിരി എന്നെ വീട്ടുകാരും നാട്ടുകാരും അധ്യാപകരും അറിയാവുന്നവരൊക്കെ ഒത്തിരി എന്നെ പരിഹസിക്കുകയും, ഞാൻ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നു. അത്രയും വർഷങ്ങൾ, ഒരു പതിറ്റാണ്ട് മുഴുവൻ ഒരു ദൈവദാസന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതവും സമയവും കഴിവും എല്ലാം കൊടുത്തു. എന്നാൽ പിന്നീട് കർത്താവ് ഇങ്ങനെയൊരു മിനിസ്ട്രി ആരംഭിക്കേണ്ടതിന് കർത്താവ് എനിക്ക് നിയോഗം തന്നപ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാരെ ഇന്ന് എനിക്ക് ഹെൽപ്പായ ദൈവം തന്നു. I know one thing, അന്ന് ഞാൻ വിതച്ചത് ഇന്ന് കൊയ്യുകയാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും മിനിസ്ട്രി കാര്യങ്ങളൊക്കെ നോക്കാൻ എത്രയോ ചെറുപ്പക്കാരെ കർത്താവ് ഇന്ന് എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം 126 സങ്കീർത്തനം കഴിഞ്ഞ ദിവസമൊക്കെ ഇന്നലേക്ക് എടുത്ത് പറഞ്ഞില്ലേ, വിത്ത് വിതയ്ക്കുന്ന കാലം കണ്ണുനീരിൻ്റെ കാലമാണ്, ഞെരുക്കത്തിൻ്റെ കാലമാണ്. ആ സമയത്ത് പലരും പറയും, അത് കളയല്ലേ, അത് വേസ്റ്റ് ആക്കല്ലേ, ടൈം വേസ്റ്റ് ആക്കല്ലേ, ഉള്ളതുകൂടെ സ്കാറ്റർ ചെയ്യല്ലേ, ഉള്ളതുകൂടെ കൈമോശം വന്നാൽ പിന്നെ നിനക്ക് എന്തുണ്ട്, നിന്റെ ജീവിതം പോയില്ലേ എന്ന് പറയും. കർത്താവ് തന്നെ പറഞ്ഞു, തൻ്റെ ജീവനെ കളയുന്നവന് അത് കിട്ടും, തൻ്റെ ജീവനെ പിടിച്ചുകൊള്ളുന്നവന് അത് നഷ്ടപ്പെടും. Even your life can be a seed. Your time can be a seed. ഇതെല്ലാം വിതച്ചാൽ മാത്രമേ, ഇന്നതിനെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ മാത്രമേ അത് തിരിച്ചു വരൂ. ഇത് ദൈവരാജ്യത്തിലെ ഒരു ആത്മീയ നിയമമാണ്. നാച്ചുറൽ മാൻ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. സാധാരണ മനുഷ്യർക്കൊന്നും ഇത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകാൻ പോകുന്നില്ല. എന്നാൽ ആത്മീയരായി ദൈവവചനത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവും. സോ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി of the seed increase through sowing and harvesting. ഓരോ പ്രാവശ്യം വിതയ്ക്കുമ്പോൾ, കൊയ്യുമ്പോൾ വിത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. വിതച്ചില്ലെങ്കിൽ ഇതൊന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. വിതച്ചാൽ അതിൻ്റെ ഗുണമേന്മ വർദ്ധിക്കും, എണ്ണത്തിലും വർധനമുണ്ടാകും. വിതച്ചില്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും. ഇതും വളരെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ ബയോളജി ടീച്ചർ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് ഒരു പരന്ന പാത്രം എടുക്കുക, അതിൽ മണ്ണ് നിറയ്ക്കുക, അതിനെ നനയ്ക്കുക, അല്ലെങ്കിൽ അതിൽ എന്തൊരു വിത്ത് പറഞ്ഞു, പയറാണോ കടുകുമണി എന്തോ ഒരു സാധനം വിതച്ച് അതിൽ ഇടാൻ പറഞ്ഞു, ഇങ്ങനെ മൂടി നനച്ച് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നോക്കാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, ഒരു ദിവസമാണോ 2 ദിവസമാണോ എനിക്ക് ഓർക്കുന്നില്ല. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കി, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും. ചെറുപ്പകാലമല്ല, ക്യൂരിയോസിറ്റിയുടെ കാലമാണ്. പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു രാവിലെ ചെന്ന് നോക്കുമ്പോൾ മൈ ഗോഡ്, ഈ വിത്തുകളിൽ ഇങ്ങനെ എൻ്റെ പുറത്തേക്കൊരു ഇളം ഐവറി കളറിൽ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്.
കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ നിവർന്നിരിക്കുന്നു. അതിൽ ആ അകത്തുണ്ടായിരുന്ന അതിൻ്റെ പരിപ്പ് പോലെയുള്ളത് ഇങ്ങനെ വിടർന്നു വരിക. അത് 2 ഇലകളായി മാറുകയാണ്. അതിൽ നിന്നും വളർന്നു. ഓ മൈ ഗോഡ്, ദി എക്സൈറ്റ്മെന്റ് വാസ് സോ ഹ്യൂജ്. അപ്പോൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ തന്നതാണ്. പിന്നീട് ക്രിസ്മസ് സീസൺ വന്നപ്പോൾ ഞാനിത് ഉപയോഗിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് വീക്കൊക്കെ വരുന്നതിന് കുറേ മുമ്പ് കുറേ ഭാഗത്ത് കടുകുമണിയാണ് എന്തോ കുറേ അങ്ങ് മുളപ്പിച്ചു. ഏതോ പാത്രത്തിലോ പരന്ന എന്തിലൊക്കെയോ മുളപ്പിച്ചിട്ട് അതാണ് ക്രിസ്മസ് സീസണിൽ ക്രിബ് ഉണ്ടാക്കുമ്പോൾ, പുൽക്കൂടെന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുമ്പോൾ അവിടെ ഈ ഇടയന്മാർ ചെറിയ ക്രിബ് ഉണ്ടാക്കൂല, ഇടയന്മാർ വരുന്ന ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് ഈ പുല്ല് മുളപ്പിച്ചെടുത്ത വിത്തിൻ്റെ പുല്ല് മുഴുവൻ കൊണ്ടുവന്ന് വെച്ചു. ബൾബിട്ടു. അന്ന് കറണ്ടൊന്നുമില്ല, പക്ഷേ ബാറ്ററി കൊണ്ട് ബൾബ് കത്തിച്ചു. ഓ മൈ ഗോഡ്. പക്ഷേ ഇതെല്ലാം എൻ്റെ ലൈഫിലെ ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്കതുപോലെ അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഈ സോയിങ് ആൻഡ് റീപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന 3 ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. എഴുതി വെച്ചു. The 3 very important laws of sowing and reaping. Number 1, you reap only if you sow. എഴുതി വെക്കുക. വിതച്ചാൽ മാത്രമേ കൊയ്യുവാൻ കഴിയൂ. അതൊരു മെസ്സേജായിട്ട് എടുക്കുക. വിതച്ചാൽ മാത്രമേ കൊയ്യുവാൻ കഴിയൂ. നമ്പർ 2, you reap what you sow. എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്യൂ. നമ്പർ 3, you reap more than what you sow. വിതയ്ക്കുന്നതിനേക്കാൾ എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും കൊയ്യുന്നത്. ഈ 3 നിയമങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ഒന്നുകൂടി പറഞ്ഞോട്ടെ. യു റീപ്പ് ഓൺലി ഇഫ് യു സോ. വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയൂ. നമ്പർ 2, യു റീപ്പ് വാട്ട് യു സോ. എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്തെടുക്കാൻ കഴിയൂ. നമ്പർ 3, യു റീപ്പ് മോർ ദാൻ വാട്ട് യു സോ. എന്താണോ വിതയ്ക്കുന്നത് അതിനേക്കാൾ അധികം ഒരു വർധനവോടുകൂടെ കൊയ്തിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് അഗ്രികൾച്ചറൽ ലെസൺ അല്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് യുവർ ലൈഫ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ജീവിതവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളിലാണ്. അതിൽ ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, വിതച്ചാലേ കൊയ്യൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിതച്ചാൽ മാത്രമേ കൊയ്യൂ. വിതയ്ക്കാൻ മടിയുള്ള പിശുക്കുള്ള ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ കൊയ്യാൻ പോകുന്നില്ല. എന്നാൽ രണ്ടാമത്തേത് പറയുന്നത് യു റീപ്പ് വാട്ട് യു സോ. എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. നെൽവിത്ത് വിതച്ചാൽ നെല്ലാണ് കൊയ്യാൻ പോകുന്നത്. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പാണ് കൊയ്യാൻ പോകുന്നത്. ചോളം വിതച്ചാൽ ചോളമാണ് കൊയ്യാൻ പോകുന്നത്. പയർ വിതച്ചാൽ പയറാണ് കൊയ്യാൻ പോകുന്നത്. മാവിന് വേണ്ടി ആണ് വിതയ്ക്കുന്നതെങ്കിൽ, മാങ്ങയുടെ വിത്ത് ആണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കൊയ്യാൻ പോകുന്നത് മാംഗോസാണ്. അതുപോലെ തന്നെ ഏത് വൃക്ഷമെടുത്തോ ചെടികളെടുത്തോ പുഷ്പങ്ങളെടുത്തോ അത് തന്നെയാണ് നിങ്ങൾ കൊയ്യാൻ പോകുന്നത്. എന്നാൽ if you sow kindness, you will reap kindness. If you sow love, you will receive love back. If you bless others, you will be blessed back. കാശ് കൊടുത്ത കാശ് കിട്ടും. Give and it shall be given unto you. പണമാണ് വിതയ്ക്കുന്നതെങ്കിൽ പണം തിരിച്ചു കിട്ടും. പുഞ്ചിരി വിതച്ചാൽ പുഞ്ചിരി തിരിച്ചു വരും. നിങ്ങൾ ഒരാളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചാൽ തിരിച്ച് പുഞ്ചിരി വരും. ഒരാൾ നോക്കും ക്രോധത്തോട് നോക്കുകയാണെങ്കിൽ അതായിരിക്കും തിരിച്ചു വരുന്നത്. മിററിൽ നോക്കി ചെയ്ത് നോക്കിയാൽ മതി, കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുക. അത് തന്നെ ഈ ഭൂമിയിൽ കിട്ടും. ദ ഹോൾ വേൾഡ് ഈസ് എ മിറർ. നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പ്രതിഫലനമായി നമുക്ക് തിരിച്ചു വരാൻ പോകുന്നത്. സോ അടുത്തത് യു റീപ്പ് മോർ ദാൻ വാട്ട് യു സോ. എപ്പോഴും വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും. മാത്യു 13:8, മത്തായിയുടെ സുവിശേഷം 13:8 പറയുന്നത്, സ്റ്റിൽ other seed fell on good soil where it produced a crop 100, 60 or 30 times what was sown. ആ ഉപമ
നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചിന്തിക്കാൻ പോകുന്നുണ്ട്. തൽക്കാലം ഇത് ഞാൻ പറഞ്ഞു വിടട്ടെ. കർത്താവ് പറഞ്ഞ ഉപമയാണ്. അവിടെ നല്ല നിലത്ത് വീണ വിത്തുകൾ വലിയൊരു വിളവ് കൊടുത്തു. അവിടെ പറയുന്നത് 100, 60, 30 മേനിയാണ്. വിതച്ചതിൻ്റെ 100 മടങ്ങ്, 60 മടങ്ങ്, 30 മടങ്ങ് ആയി അതിനെ തിരിച്ചു കിട്ടി. സോ ഞാൻ പറയാൻ വന്നത്, ഈ 3 പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത്. അതെല്ലാവരും ടൈപ്പ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എഴുതി വെച്ചു, ലൈവ് ചാറ്റിലിടുക. അനേകർക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുക. വാട്സപ്പിലൊക്കെ ഈ പ്രിൻസിപ്പിൾ അങ്ങ് അയച്ചു കൊടുക്കുക. ട്വീറ്റ് ചെയ്യുക, ഫേസ്ബുക്കിലിടുക, ഇൻസ്റ്റഗ്രാമിലിടുക, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടു ലോകത്തെ അറിയിക്കുക. ഈ 3 പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഫ്യൂച്ചർ. ബ്രദറെ, ഈ ആൻറ്റിയുടെ പേര് ജാൻസി. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് തൻ്റെ മകളായ സ്മിതയുടെ ആണ്. ഈ ആൻറ്റി പറഞ്ഞത് എങ്ങനെയാണ്, കാരണം വിവാഹം കഴിഞ്ഞ 6.5 വർഷത്തോളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ നടത്തിയില്ല. പക്ഷേ ഇവർ പ്രാർത്ഥിക്കും. കാരണം 10 വർഷമായിട്ട് ഈ ആൻറ്റി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രയർ പ്രോഗ്രാം കാണുന്ന ഒരു ആൻറ്റിയാണ്. അതുകൂടാതെ പ്രയർ ഡയറി വാങ്ങിച്ച് മകൾക്ക് ഒരു പ്രയർ ഡയറിയും കൊടുത്തൊരു ആൻറ്റിയാണ്. പറഞ്ഞത് എങ്ങനെയാണ്, 2015 ഇതേ ഹോളിൽ വെച്ച് റാന്നിയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആൻറ്റി ഇവിടെ വന്നിരുന്നു. മകൾക്ക് വരാനും കഴിഞ്ഞാൽ മകൾ സ്കൂളിലെ ടീച്ചറായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അന്ന് ഈ ആൻറ്റി ഇവിടെ വന്നപ്പോൾ വന്ന സമയം മുതൽ ഈ ഹോളിനകത്ത് ആരാധന സമയത്തിൽ ആദ്യത്തെ പ്രാർത്ഥന മുതൽ അവിടെ ഞങ്ങളുടെ ആൻറ്റി പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു, കർത്താവെ, എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ അന്ന് ആ സമയത്ത് 2015 ആൻറ്റി ഇങ്ങനെ ആ മീറ്റിങ്ങിനിടയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന ഈ മീറ്റിങ്ങിനിടയിൽ കർത്താവ് കേട്ടു. അന്ന് ഇവിടെ നമ്മുടെ മീറ്റിംഗ് നയിച്ചത് ബ്രദർ ഡാമിയനായിരുന്നു. അന്ന് അദ്ദേഹം പ്രധാന ആരാധന സമയത്ത് ആരാധന നയിക്കുന്ന സമയത്ത് അതിനിടയിൽ പല രോഗ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. പല വിഷയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനിടയിൽ ഈ ആൻറ്റിയുടെ പ്രാർത്ഥനാ വിഷയം ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞു. ഇവിടെ കുഞ്ഞുങ്ങളില്ലാതെ നിൽക്കുന്ന, അതിനെ ചൊല്ലി ഓർത്ത് വിഷമിക്കുന്ന ഒരു അമ്മയുണ്ട്, തൻ്റെ മകൾക്ക് കുഞ്ഞില്ലാതെ. അങ്ങനെ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റി അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അത് മാത്രമല്ല, പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കും കൂടി ചെയ്യുമായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഇവിടെ വന്ന് കർത്താവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ തന്നെയും ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഡാമിയൻ ബ്രദറും അത് വിളിച്ചു പറഞ്ഞു. മാത്രമല്ല, പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. 6.5 വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്തടത്ത് 2015 ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നു. 2016 തന്റെ മകൾ പ്രഗ്നന്റ് ആയി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് തന്റെ കയ്യിലിരിക്കുന്നത്. കുഞ്ഞിന് 1.5 വയസ്സായി എന്നാണ് പറയുന്നത്. കുഞ്ഞിന്റെ പേര് എവിലിൽ നിന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ യേശു കർത്താവ് നൽകി. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഏറ്റവും അധികം നടക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ആൻറ്റിക്ക് നേരെ കൈകൾ നീട്ടി, കുഞ്ഞിന് നേരെ കൈകൾ നീട്ടി എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ആൻറ്റി അനുഗ്രഹിക്കുന്നു. കുഞ്ഞിൻ്റെ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവമേ, കർത്താവ് കൊടുത്ത ഈ കുഞ്ഞ് അതൊരു ദാനമാണല്ലോ, അത് നല്ലതും തികഞ്ഞതുമാകട്ടെ. ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തെ ഓർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകലതും സാധ്യമെന്ന് വചനം പറയുന്നല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരിലും ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ജീസസ്, താങ്ക് യു മൈ ജീസസ്. ഈ സമയത്ത് കർത്താവെ, രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. എന്തോ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥയ്ക്ക് തന്നെ തകരാറ് സംഭവിച്ചിട്ട് മാസങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൻ്റെ അടിയിൽ, ഉള്ളങ്കാലെന്ന് പറയുന്ന സോൾ പാർട്ടിൽ, ഇവിടെ എന്തൊരു വലിയ പ്രയാസം അനുഭവിക്കുന്നവരെ നിലത്തെ ചവിട്ടുവാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വിടുതലിപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറേയധികം നാളുകളായി കിടന്ന കിടപ്പിൽ കിടക്കുന്ന ചില കർത്താവ് വിടുവിക്കുന്നു.
കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ പ്രെയർ ലൈനിൽ വിളിക്കാം. ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.